ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പാർട്ട് 1 സെക്ഷൻ ബി പ്ലാനിങ്, ബജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഈ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള പ്ലാനിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് 2 യൂണിറ്റ്സിൽ 2 ചാപ്റ്റേഴ്സിലായിട്ട് നിങ്ങൾ പഠിച്ചു എന്താണ് പ്ലാനിങ്, എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിങ്, എന്താണ് ഓപ്പറേഷണൽ ലെവല്, എന്താണ് ടാക്റ്റിക്കൽ ലെവല്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പ്ലാനിങ്ങിൻ്റെ കുറേ സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം തന്നെ ഒരു ഓർഗനൈസേഷൻ അവരുടെ മിഷനും വിഷനും സെറ്റ് ചെയ്യുന്നുണ്ടാവണം. അത് കഴിഞ്ഞിട്ട് അവർ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും ഇതെല്ലാം പഠിച്ചിട്ട് സ്വോട്ട് അനാലിസിസ് ഒക്കെ നടത്തണം. അതായത് പുറത്ത് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അകത്ത് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, ഉള്ളിൽ എന്തൊക്കെയാണ് വീക്ക്നെസ്, പുറത്ത് എന്തൊക്കെയാണ് ത്രെറ്റ് ഉള്ളത്, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കണം, നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. ഇതല്ലേ നമ്മൾ പഠിച്ചത്. ആദ്യം മിഷൻ സെറ്റ് ചെയ്യണം, വിഷൻ സെറ്റ് ചെയ്യണം, പുറത്തെ സാഹചര്യങ്ങളും അകത്തെ സാഹചര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് നമ്മളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. ആ സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എന്നിട്ട് ഇത് പ്രോപ്പർലി അല്ലേ വർക്ക് ചെയ്യുന്നതെന്ന് മോണിറ്റർ ചെയ്യണം. ഇത് കഴിയുമ്പോൾ ഇതിനെ ഒന്ന് റിവ്യൂ ചെയ്യണം. ഇതാണ് നമ്മൾ സ്റ്റെപ്സ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ആദ്യത്തെ 2 സ്റ്റെപ്പും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് അതിൻ്റെ ബാക്കിയാണ്. മിഷനും ഒക്കെ സെറ്റ് ചെയ്തു, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് പഠിച്ചു, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക, ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോർമുലേറ്റ് ചെയ്തെടുക്കുന്നു, ഒരു സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കുന്നു ആൻഡ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. വെറുതെ സ്ട്രാറ്റജി ഉണ്ടാക്കി വെച്ചാൽ പോരല്ലോ, അത് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തിൽ കൊണ്ടുവരണം, പ്രാബല്യത്തിൽ കൊണ്ടുവരണം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ആ ഒരു കാര്യമായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു 2-3 വീഡിയോയിലായിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നു. സോ ഓക്കെ അല്ലേ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം തന്നെ പറയുന്നു, കണ്ടോ, ഇത് സ്റ്റെപ്പ് 4 ആണ് ഇൻ സ്ട്രാറ്റജിക് പ്ലാനിങ്. സ്ട്രാറ്റജിക് പ്ലാനിലെ സ്റ്റെപ്പ് 4 ആണെന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നു 1ഉം 2ഉം 3ഉം? മിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് പഠിക്കുക, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് പഠിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ തുടങ്ങാം, ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ആദ്യം ചെയ്യേണ്ട എന്താ, വീണ്ടും ഒന്നും കൂടി ജസ്റ്റ് സ്വോട്ട് അനാലിസിസ് നമ്മളൊന്ന് ചെയ്യുന്നു. സ്വോട്ട് അനാലിസിസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, നമ്മുടെ കമ്പനിയുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ തിരിച്ചറിയുക. അതിൻ്റെ കൂടെ തന്നെ എക്സ്റ്റേണലി പുറത്തുള്ള ഓപ്പർച്യൂണിറ്റീസ്, എത്രമാത്രം അവസരങ്ങളുണ്ട്, എന്തൊക്കെയാണ് നിലനിൽക്കുന്ന ത്രെറ്റ്, ഭീഷണികൾ, ഈ കാര്യങ്ങളും കൂടെ പഠിച്ചിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. സോ സ്വോട്ട് അനാലിസിസിൻ്റെ പർപ്പസ് എന്താണ്? മാച്ച് ഇൻറ്റേർണൽ സ്ട്രെങ്ത് വിത്ത് എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസ്. മാച്ച് ഇൻറ്റേർണൽ സ്ട്രെങ്ത്സ് വിത്ത് എക്സ്റ്റേണൽ ഓപ്പർച്യൂണിറ്റീസ്. അതായത് പുറത്തുള്ള അവസരങ്ങളും നമ്മുടെ അകത്തുള്ള സ്ട്രെങ്ത്തും മാച്ച് ചെയ്തു പോകണം. മനസ്സിലായോ? അതായത് പുറത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ABC എന്നുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാനാണ്. പുറത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളത് ABC. എക്സ്റ്റേണൽ മാർക്കറ്റ് നോക്കിയപ്പോൾ A ഉണ്ടാക്കി വിറ്റാ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, B ഉണ്ടാക്കി വിറ്റാ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്, C ഉണ്ടാക്കി വിറ്റാലും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ എൻ്റെ സ്ട്രെങ്ത് എന്താ? Eയും Dയും Fഉം. എൻ്റെ സ്ട്രെങ്ത് Dയും Eയും Fഉം ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ നിന്നിട്ട് കാര്യമുള്ളൂ. ഓപ്പർച്യൂണിറ്റി ഉള്ളത് Aയ്ക്കും Bയ്ക്കും Cയ്ക്കും, എൻ്റെ സ്ട്രെങ്ത് ആയിട്ടുള്ളത് Eയും Dയും Fഉം. ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. മാച്ച് ചെയ്യണം. നമ്മുടെ സ്ട്രെങ്ത് തന്നെ ആയിരിക്കണം പുറത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയും. സോ നമ്മുടെ സ്ട്രെങ്ത്തിനെയും പുറത്തുള്ള ഓപ്പർച്യൂണിറ്റീസിനെയും എന്ത് ചെയ്യുക? മാച്ച് ചെയ്യിക്കുക. ഇതാണ് സ്വോട്ട് അനാലിസിസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. വൈൽ മാനേജിങ് വീക്ക്നെസ് ആൻഡ് സ്ട്രെങ്ത്, ത്രെറ്റ്. അതേസമയം തന്നെ നമ്മുടെ ഉള്ളിലുള്ള വീക്ക്നെസ്സുകളും നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടാവണം. പുറത്തുള്ള ത്രെറ്റുകൾ, നമുക്ക് എന്തൊക്കെയാണ് ഭീഷണി എന്നുള്ളതും വേണ്ട വിധത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടാവണം. ഓക്കെ അല്ലേ? നമുക്ക് മുമ്പോട്ട് പോകാം. എന്താണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്കം? ജനറേറ്റ് ആൻഡ് ചൂസ് സ്ട്രാറ്റജീസ് ദാറ്റ് അലൈൻ കമ്പനീസ് റിസോഴ്സസ് വിത്ത് മാർക്കറ്റ് ഡിമാൻഡ്സ്. ഇതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്ട്രാറ്റജിയും പ്ലാനും ഒക്കെ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് പുറത്തുള്ള മാർക്കറ്റിന് ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഔട്ട്കമ്മിലേക്ക് എത്തും. ജനറേറ്റ് ആൻഡ് ചൂസ് സ്ട്രാറ്റജീസ് ജനറേറ്റ് ചെയ്യുന്നതും നമ്മൾ ചൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസും എങ്ങനത്തെ ആയിരിക്കും? അലൈൻ ചെയ്തു പോവും. എന്തുമായിട്ട്? കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും മാർക്കറ്റിലെ ഡിമാൻഡുമായിട്ട്. മാർക്കറ്റിൽ എന്താണോ ഡിമാൻഡ്
നമ്മുടെ കമ്പനിക്ക് എന്താണോ ഓഫർ ചെയ്യാൻ പറ്റുന്നത്, ഇത് രണ്ടും ഒത്തൊരുമിച്ച് അലൈൻഡ് ആയിട്ട് പോകും. ഇതാണ് SWOT അനാലിസിസ് കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്കം എന്നുള്ളത്. ഓക്കെ അല്ലേ? ഗോൾ എന്താ? ഇതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ബിൽഡ് ആൻഡ് സസ്റ്റെയിൻ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഇവിടെ എല്ലാം നടക്കുന്ന എന്താടാ? ഒരു കോമ്പറ്റീഷനാണ്, ഒരു മത്സരമല്ലേ. ഞാനൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതേ സിമിലർ പ്രൊഡക്റ്റ് കൊടുക്കുന്ന മൾട്ടിപ്പിൾ സപ്ലയേഴ്സും മൾട്ടിപ്പിൾ ബിസിനസ്സും ഇവിടെ ഉണ്ടാവും. സോ അവരോടൊക്കെ കോമ്പീറ്റ് ചെയ്ത് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ നമുക്ക് പറ്റണം. അതാണ് നമ്മുടെ ഉദ്ദേശം. മനസ്സിലായോ? SWOT അനാലിസിസ് കൊണ്ട് എങ്ങനെ അത് പറ്റും എന്ന് മനസ്സിലായോ? എൻ്റെ കയ്യിലുള്ള സ്ട്രെങ്ത് ഒക്കെ ഞാൻ കണ്ടുപിടിച്ചു. ഈ സ്ട്രെങ്ത് ഏത് മാർക്കറ്റിൽ കൊണ്ടുപോയി ഇട്ടാലാണ് അവിടെ ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് ഞാൻ നോക്കുന്നു. ആ ഓപ്പർച്യൂണിറ്റിയും മനസ്സിലാക്കി സ്ട്രെങ്ത്തും മനസ്സിലാക്കി അത് അലൈൻ ചെയ്ത് പോയാൽ നമ്മൾ സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോവാം. 3 ലെവൽ ഓഫ് സ്ട്രാറ്റജീസ് നമുക്ക് പഠിക്കാനുണ്ട്. 3 ലെവൽ ഓഫ് സ്ട്രാറ്റജീസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാണ് ഫങ്ഷണൽ എന്ന് പറയും. ഫങ്ഷണൽ ലെവൽ ഓഫ് സ്ട്രാറ്റജി നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടാമതായിട്ടുള്ളതാണ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജീസ് നമുക്ക് പഠിക്കാനുണ്ട്. മൂന്നാമതായിട്ടുള്ളതാണ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? ഈ 3 ലെവൽ ഓഫ് സ്ട്രാറ്റജീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫങ്ഷണൽ ലെവൽ, ബിസിനസ് ലെവൽ ആൻഡ് കോർപ്പറേറ്റ് ലെവൽ. ഓക്കെ ആണോ? അങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പോകും. ഇത് ഓരോന്നും നമുക്ക് വളരെ വിശദമായി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ആദ്യം നമ്മൾ പഠിക്കുന്നുണ്ടാവുക എന്താണ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി എന്നുള്ളതായിരിക്കും ആദ്യം നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ ബിസിനസ് ലെവൽ സ്ട്രാറ്റജി എന്താണെന്ന് പഠിക്കും. അത് കഴിഞ്ഞ് പിന്നെയും താഴേക്ക് വരുമ്പോൾ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്താണെന്ന് നമ്മൾ പഠിക്കും. ഈ 3 ലെവൽ ഓഫ് സ്ട്രാറ്റജീസും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഒരു വൺ ലൈനർ നിങ്ങൾക്ക് എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ ആദ്യം നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നില്ലടാ, സ്ട്രാറ്റജിക് ലെവൽ, ടാക്റ്റിക്കൽ ലെവൽ, ഓപ്പറേഷണൽ ലെവൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ തന്നു. അതുപോലെ തന്നെ ഇവിടെയും ഞാൻ ചെറിയൊരു ഐഡിയ തരാം. ഫങ്ഷണൽ ലെവൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബിസിനസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, ആ ലെവല് കാര്യങ്ങളും സ്ട്രാറ്റജി ആയിരിക്കും ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക. ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയിൽ അതിലെന്തായിരിക്കും? ബിസിനസിൻ്റെ അകത്തെ കാര്യങ്ങൾ. എങ്ങനെ ബിസിനസിൻ്റെ അകത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ഫങ്ഷണൽ ലെവലിൽ. ഒരു ബിസിനസ്, ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കണം, എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം, കസ്റ്റമേഴ്സിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം, ഇങ്ങനത്തെ ഫങ്ഷനായിട്ട് ബിസിനസിൻ്റെ ഓപ്പറേഷൻ ബിസിനസിൻ്റെ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ബിസിനസ് എങ്ങനെ റൺ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബിസിനസ്സിൻ്റെ അകത്തെ കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കും ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയിൽ പഠിക്കുക. ഇത് കഴിഞ്ഞ് ബിസിനസ് ലെവൽ സ്ട്രാറ്റജിയിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുക ഏത് മാർക്കറ്റിൽ ഞാൻ പോയി ബിസിനസ് നടത്തണം. ഈ എ എന്നുള്ള സ്ഥലത്ത് ബിസിനസ് നടത്തണോ, ബി എന്ന സ്ഥലത്ത് ബിസിനസ് നടത്തണോ, സി എന്ന സ്ഥലത്ത് ബിസിനസ് നടത്തണോ, ഏത് മാർക്കറ്റിൽ കൊണ്ടുപോയി ഞാൻ ബിസിനസ് നടത്തണം, അതുപോലെ ഏത് പ്രൊഡക്റ്റ് ഞാൻ ബിസിനസ് നടത്തണം. ഈ 2 കാര്യങ്ങളാണ് മെയിനിൽ ബിസിനസ്സും ആയി റിലേറ്റ് ചെയ്ത്. ഏത് മാർക്കറ്റിൽ കൊണ്ടുപോയി ബിസിനസ് ചെയ്യണം, ഏത് പ്രൊഡക്റ്റ് വെച്ച് ഞാൻ ബിസിനസ് ചെയ്യണം. ഈ 2 കാര്യങ്ങളായിരിക്കും ബിസിനസ് ലെവലിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ആൻഡ് ലാസ്റ്റ് കോർപ്പറേറ്റ് ലെവലോ, അതാണ് കുറച്ച് കൂടിയ ലെവൽ. കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസ്, അതായത് നമ്മുടെ സ്ട്രാറ്റജിക് ലെവൽ പ്ലാനിങ് പോലെ ഒരു 5 വർഷം കഴിയുമ്പോൾ എവിടെ എത്തി നിൽക്കണം, അല്ലെങ്കിൽ പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ബിസിനസ് എവിടെ പ്ലേസ്ഡ് ആവണം, നമ്മൾ എന്തെങ്കിലും മെർജ് ചെയ്യണോ, അക്വയർ ചെയ്യണോ, അങ്ങനത്തെ കാര്യങ്ങൾ, ആരെങ്കിലുമായിട്ട് അലയൻസ് വെക്കണോ, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ ആണോ? ബേസിക് ആയിട്ട് ഒരു ഐഡിയ കിട്ടിയോ? ഫങ്ഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളുമാണ് വരുന്നത്. എങ്ങനെ ബിസിനസ് ചെയ്യണം, കസ്റ്റമർ എങ്ങനെ സാറ്റിസ്ഫൈ ആക്കാം, എങ്ങനെ നമ്മൾ മാർക്കറ്റ് ചെയ്യണം, ബിസിനസ്സിൻ്റെ അകത്തുള്ള ആൾക്കാർ തമ്മിലുള്ള കാര്യങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, സ്മൂത്ത് വർക്കിംഗ് എങ്ങനെ നടത്താം, ഇതൊക്കെ നമ്മൾ ഫങ്ഷണൽ ലെവലിൽ പഠിക്കുമ്പോൾ ബിസിനസ് ലെവലിലേക്ക് വരുമ്പോൾ എന്ത് പ്രൊഡക്ട്സ് ഞാൻ ബിസിനസ് ചെയ്യണം, ഏത് മാർക്കറ്റിൽ പോയി
ഞാൻ ബിസിനസ് ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നോക്കുക. ലാസ്റ്റ് കോർപ്പറേറ്റ് ലെവലിലേക്ക് വന്നാലോ, ഒരു 3-4 വർഷം കഴിയുമ്പോൾ എൻ്റെ കമ്പനി എവിടെ എത്തി നിൽക്കണം എന്നുള്ള ലെവലിലുള്ള സ്ട്രാറ്റജിയാണ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി. അവിടെ ആയിരിക്കും ആരെങ്കിലും ആയിട്ട് മെർജിങ് വേണോ, ആരെങ്കിലും പോയി അക്വിസിഷൻ നടത്തണോ, എന്തെങ്കിലും അലയൻസ് നമ്മൾ നടത്തണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ ആണോ? ബേസിക്സ് ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഇത്ര മതി. നമ്മൾ ബേസിക്സ് പഠിച്ചു, നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാൻ പോവാണ്, സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി സ്ട്രാറ്റജീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. സോ അതിന് മുമ്പ് നമ്മൾ അറിയാണ് ഈ സ്ട്രാറ്റജി എന്നുള്ളത് തന്നെ 3 ലെവലിലുണ്ട്. ഫങ്ഷണൽ ലെവലിലുണ്ട്, ബിസിനസ് ലെവലിലുണ്ട്, കോർപ്പറേറ്റ് ലെവലിലുണ്ട്. ഇത്രയും ബേസിക്സ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഇവിടെ മതിയാക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഗുഡ് ലക്ക് ഓൾ. ബ്രേക്ക് എടുക്കല്ലേ, നെക്സ്റ്റ് വീഡിയോയിലേക്ക് വിട്ടോ.